ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ക്ലാസ് 8 CBSEയിൽ മാത്തമാറ്റിക്സിന്റെ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് ചാപ്റ്റർ എ സ്ക്വയർ ആൻഡ് എ ക്യൂബ്. ഈ ചാപ്റ്റർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണുന്ന പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ഒരു പസിലാണ്. ക്യൂൻ ഓഫ് രത്നമഞ്ജുരി എന്ന് തുടങ്ങുന്ന ഈ ഒരു പസില്. രത്നമഞ്ജുരി എന്ന സ്ഥലത്തെ രാജ്ഞി ആളുടെ കാലശേഷം അവിടെ ഒരുപാട് രത്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് രത്നമഞ്ജുരി എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ രത്നങ്ങളൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത തലമുറയ്ക്ക് കൊടുക്കണമല്ലോ, അടുത്ത ജനറേഷൻ ആണല്ലോ കൊടുക്കുക. അപ്പോൾ ഈ രാജ്ഞിക്കും അതേപോലെ തന്നെ തന്റെ മകന് കൊടുക്കാനാണ് ഇഷ്ടം. മകന്റെ പേരെന്താ? മകന്റെ ഒരു വൃത്തികെട്ട പേരുണ്ട് അവന്, കൊയ്സ്നാം എന്ന് നിങ്ങൾക്ക് എന്ത് വേണേൽ പ്രൊണൗൺസ് ചെയ്യാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് അവന്റെ പേര്. അപ്പോൾ ഈ രാജ്ഞിയുടെ ആഗ്രഹം എന്താ? തന്റെ കയ്യിലുള്ള എല്ലാ രത്നങ്ങളും തന്റെ മകന് കൊടുക്കണം എന്നാണ് രാജ്ഞിയുടെ ആഗ്രഹം. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സീനല്ലേ, ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ മകനെ ഉപദ്രവിക്കാൻ തുടങ്ങൂലേ? രാജ്ഞി മരിച്ചു കഴിഞ്ഞാൽ മകനെ എല്ലാവരും ഉപദ്രവിക്കില്ലേ? മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? കാരണം രാജ്ഞിയുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ കുടുംബക്കാർക്കൊക്കെ അതിൽ കണ്ണുണ്ടാവും. അപ്പൊ രാജ്ഞി ഇവിടെ ഒരു സ്കീം ഇറക്കി. എന്താ സ്കീം എന്നറിയോ? രാജ്ഞി എങ്ങനെ പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാന്നുള്ളതിൽ മോന് നല്ല ട്രെയിനിങ് കൊടുത്തു. രാജ്ഞിക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ രാജ്ഞിക്ക് മനസ്സിലായി, ഓക്കെ, ഏത് പസിൽ കൊടുത്താലും ഇവൻ സോൾവ് ചെയ്തോളുന്ന രാജ്ഞിക്ക് മനസ്സിലായി. അപ്പൊ രാജ്ഞി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു പസിലുണ്ട്, ആ പസിൽ സോൾവ് ചെയ്യുന്നവർക്ക് എന്റെ ശേഷമുള്ള എല്ലാ രത്നാസും അവർക്ക് എടുക്കാന്ന് പറഞ്ഞു രാജ്ഞി. ഓക്കെ, പസിൽ ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കോയിസ്നാം രാജ്ഞിയുടെ മകൻ ഉൾപ്പെടെ 100 ആൾക്കാരാണ് രാജ്ഞിയുടെ ഈ സ്വത്ത് നോക്കിയിരിക്കുന്ന ആൾക്കാർ. 100 ആൾക്കാരാണ്. അതിൽ ഒരാൾ രാജ്ഞിയുടെ മോനാണ്, ബാക്കി 99 ആൾക്കാർ ബാക്കിയുള്ള കുടുംബക്കാരാണ്. അപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ട് ഒരു ലോക്കറുള്ള സ്ഥലത്തേക്ക് പോയി. കുറെ ലോക്കറൊക്കെ ഉള്ള ഇവിടെ പറയൂലേ, പണ്ടത്തെ രാജ്യത്തിനൊക്കെ രഹസ്യ അറകൾ ഉണ്ടാവുമല്ലോ, അവരുടെ നിധിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ 100 ലോക്കർ ഉണ്ടായിരുന്നു. എത്ര ലോക്കർ ഉണ്ടായിരുന്നു? 100 ലോക്കർ ഉണ്ടായിരുന്നു. ഈ 100 ലോക്കറിന് നമ്പർ ഉണ്ട്. 1 2 3 4 5 6 7 8 9 എക്സെട്ര അപ് ടു 100 വരെ നമ്പർ ഉണ്ട്. എന്നിട്ട് ഈ 100 ആൾക്കാരുണ്ടല്ലോ, രാജ്ഞിയുടെ മോൻ ഉൾപ്പെടെ 100 ആൾക്കാരുണ്ട്. ഇത് ആർക്ക് കിട്ടുന്ന ആലോചിച്ച് നിൽക്കുന്ന 100 ആൾക്കാരുണ്ട്. അപ്പം 100 ആൾക്കാർ. അപ്പോൾ ഈ ഓരോരുത്തർക്കും ഓരോ നമ്പർ വീതം കൊടുത്തു. ഫസ്റ്റ് ആള്, സെക്കൻഡ് ആള്, തേർഡ് ആള്, അങ്ങനെ 100th വൺ, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഓരോരുത്തരെയും നമ്പർ ഇട്ടു. ഓരോരുത്തർക്കും കൃത്യമായിട്ട് നമ്പർ കൊടുത്തു. 1 മുതൽ 100 വരെ ഓരോരുത്തരെയും നമ്പർ ചെയ്തു. എന്നിട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ആള്, ഒന്നാമത്തെ ആള് എല്ലാ ലോക്കറും കറന്റ്ലി അടഞ്ഞു കിടക്കുക, എല്ലാ ലോക്കറും കറന്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ആള് പോയിട്ട് എല്ലാ ലോക്കറും തുറക്കണം. അതായത് ഫസ്റ്റ് ലോക്കർ, സെക്കൻഡ് ലോക്കർ, തേർഡ് ലോക്കർ, അങ്ങനെ പോയി 100 ലോക്കറും അയാൾ തുറക്കണം. എന്നാൽ സെക്കൻഡ് ആള് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, സെക്കൻഡ് 2 അല്ലേ, 2ന്റെ മൾട്ടിപ്പിൾസ് 2, 4, 2 സെക്കൻഡ്, 4th വൺ, 6th വൺ, 8th വൺ, 10th വൺ, ഇതൊക്കെ ഓപ്പണിംഗ് അല്ല, ടോഗിൾ ചെയ്യാന്ന് വെച്ചാൽ ഇഫ് ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യുക, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഇതാണ് ടോഗ്ലിങ്ങിന്റെ മീനിങ്. അപ്പോൾ സെക്കൻഡ് വൺ ചെയ്യേണ്ടത്, ആ സെക്കൻഡ് അയാളുടെ നമ്പർ 3 2 അല്ലേ, അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് 2 4 6 8 10 അങ്ങനെ പോകും, അങ്ങനെ 100 വരെ പോകും. ആ നമ്പേഴ്സ് വരുന്ന ബോക്സസ് ഒക്കെ ടോഗിൾ ചെയ്യണം. ടോഗിൾ ചെയ്യാൻ മീൻസ് ഇത്രയേ ഉള്ളൂ. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയുള്ള, സപ്പോസ് അയാൾ പോകുന്ന സമയത്ത് ആ ബോക്സ് ഓപ്പൺ ആണ്, അത് ക്ലോസ് ചെയ്യണം. സപ്പോസ് അയാൾ നോക്കുന്ന സമയത്ത് ആ ബോക്സ് ക്ലോസ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ബോക്സിന്റെ അടുത്തേക്ക് അയാൾ പോയി, അയാളത് നോക്കണ്ട, കാരണം അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ലോക്കറാണ്. അപ്പൊ സെക്കൻഡ് ലോക്കർ നോക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആണെങ്കിൽ അയാൾ അത് ക്ലോസ് ചെയ്യാം. ഇനി സപ്പോസ് അത് ക്ലോസ്ഡ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അവിടെ എന്താണോ അയാൾ അവിടെ എത്തുന്നതിന് തൊട്ട് മുന്നേ അത് എന്ത് സ്റ്റേറ്റിലാണുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം. ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യുക, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. തേർഡ് ആളും അങ്ങനെ തന്നെ. തേർഡ് ആള് അയാളുടെ നമ്പർ 3 അല്ലേ, തേർഡ് വൺ അയാളുടെ നമ്പർ 3 ആണ്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ലോക്കേഴ്സ് ഏതൊക്കെ? ലോക്കേഴ്സ് 3 6 9 12 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് അയാൾ ടോഗിൾ ചെയ്യണം. ടോഗിൾ ചെയ്യാന്ന് വെച്ചാൽ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യുക, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഇനി 4 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്, 4 8 12 16 അങ്ങനെ വരുന്ന ലോക്കേഴ്സ് എന്ത് ചെയ്യണം? ടോഗിൾ ചെയ്യണം. അങ്ങനെ പോയി എല്ലാവരും ഓരോരുത്തരെ ആ നമ്പർ എത്രയാണോ, അവരുടെ നമ്പർ എത്രയാണോ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ലോക്കേഴ്സ് എന്ത് ചെയ്യണം? ടോഗിൾ ചെയ്യണം. അങ്ങനെ വെച്ചാൽ 100th വൺ ആകെ 100ന്റെ മൾട്ടിപ്പിൾ ഒരൊറ്റയൊന്നുള്ളൂ. 100th ലോക്കർ മാത്രമേ അയാൾക്ക് ടോഗിൾ ചെയ്യാണ്ടാവുള്ളൂ. ഓക്കെ, ഇങ്ങനെ 100 ആൾക്കാരും ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറെ എണ്ണം അടഞ്ഞു കിടക്കുന്നുണ്ടാവും. ഏറ്റവും അവസാനം കുറെ എണ്ണം അടഞ്ഞു കിടക്കുന്നുണ്ടാവും, കുറെ എണ്ണം തുറന്നു കിടക്കുന്നൊക്കെ ഉണ്ടാവും. എത്ര ലോക്കേഴ്സ് ഓപ്പൺ ആയിരിക്കും? ഇതാണ് പസിൽ. ഇതിന് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇതിന് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ആൻസേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരാണോ ഫസ്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്നത്, രത്നഗിരി തന്നെയല്ലേ പേര്, രത്നമഞ്ജുരിയിലെ കംപ്ലീറ്റ് രത്നങ്ങളും അവനുള്ളതാണ്. പക്ഷേ ആസ് എക്സ്പെക്റ്റഡ് രാജാവിന്റെ മക്കളൊക്കെ ആണല്ലോ പണ്ടേ ജയിക്കുക. അതേപോലെ തന്നെ ഇവിടെയും
ക്വൈസ്നം ജയിക്കുന്നു. അവനിത് 100 ആൾക്കാർ തുറക്കേണ്ട ആവശ്യമില്ല. അവൻ വിത്തിൻ സെക്കൻഡ്സ് ദാ ഇങ്ങനെ അവൻ ആൻസർ പറയാണ്. എങ്ങനെയായിരിക്കും അവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, നമുക്കിത് സപ്പോസ് 10 ആൾക്കാരും 10 ലോക്കറുകളെന്ന് വയ്ക്കാം. ഇവിടെ 100 പേഴ്സണും 100 ലോക്കേഴ്സും ഉണ്ട്. സപ്പോസ് ഇവിടെ 10 ആൾക്കാരും 10 ലോക്കറുകളെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പറയാം. 10 ആൾക്കാരും 10 ലോക്കറുകളെന്ന് വിചാരിക്കും. അപ്പോൾ ലോക്കർ നമ്പർ ഞാൻ എഴുതുന്നേ. ലോക്കർ നമ്പർ എഴുതുന്നു. ലോക്കർ നമ്പർ ഓക്കെ 1 2 3 4 5 6 7 8 9 10 ലോക്കർ നമ്പർ. ഓക്കെ, ഇനി പീപ്പിൾ ഹു ചേഞ്ചസ് ഇറ്റ്, പീപ്പിൾ ഹു ടോഗിൾ, ഹു ചേഞ്ചസ് ഇറ്റ്, അതിൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്ന ആരും ചേഞ്ചസ് ഇറ്റ്. ഓക്കെ, ഫസ്റ്റ് ലോക്കർ നമ്പർ ആരാ ചേഞ്ച് ചെയ്യുക? 1 എന്ന് എഴുതിയ നമ്പർ 1 മാത്രമേ ഫസ്റ്റ് ലോക്കർ തുറക്കുള്ളൂ അല്ലേ? ഇനി സെക്കൻഡ് ലോക്കർ ആരൊക്കെ തുറക്കും? നമ്പർ 1 ഏതൊക്കെ തുറക്കും? നമ്പർ 1 ആണ്. അപ്പോൾ 1ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും 1 2 3. അപ്പോൾ എന്തായാലും 1 നമ്പർ 1 എന്നുള്ള ആള്, നമ്പർ 1 വരുന്ന ആള് ഫസ്റ്റ് ലോക്കർ തുറക്കും, സെക്കൻഡ് ലോക്കർ തുറക്കും. 1ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം അയാൾ തുറക്കും. 1ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് 1ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ എല്ലാ നമ്പേഴ്സും. അപ്പോൾ 1 മുതൽ 100 വരെ എല്ലാം 1 എന്ന നമ്പർ ഉള്ള ആൾ തുറക്കും. അപ്പോൾ 1 ഉണ്ടാവും. പിന്നെയോ 2 എന്നുള്ള നമ്പർ ഉള്ള ആൾ, 2ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്നുള്ള ലോക്കർ 2 എന്നുള്ള നമ്പർ കിട്ടിയ ആളും തുറക്കും. ഇനി 3 എന്നുള്ള നമ്പർ ഉള്ള ലോക്കർ, 3 നമ്പർ വരുന്ന ലോക്കർ ആരൊക്കെ തുറക്കും? 1 എന്നുള്ള നമ്പർ വരുന്ന ആള് ഫസ്റ്റ് ആൾ തുറക്കും. പിന്നെ സെക്കൻഡ് ആൾ തുറക്കുള്ളൂ. കാരണം സെക്കൻഡ് ആൾ തുറക്കുക, സെക്കൻഡ് ലോക്കർ, ഫോർത്ത് ലോക്കർ, 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ലോക്കർ സെക്കൻഡ് ആൾക്കാർ തുറക്കുക. എന്നാൽ തേർഡ് നമ്പർ വരുന്ന മൂന്നാമത്തെ ആള് 3 എന്ന് വരുന്ന ലോക്കർ തുറക്കും. കാരണം അയാൾ തുറക്കുക 3ന്റെ മൾട്ടിപ്പിൾസാണ്. അപ്പോൾ 1 ഉം 3 ഉം. ഇനി ഫോർത്ത് ലോക്കർ ആരാ തുറക്കുക? ഫോർത്ത് ലോക്കർ എന്തായാലും ഫസ്റ്റ് ആൾ തുറക്കും. കാരണം അയാൾക്ക് എല്ലാ ലോക്കറും തുറക്കാൻ പറ്റും. 1ന്റെ മൾട്ടിപ്പിൾസ് എല്ലാ നമ്പേഴ്സും 1ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി നമ്പർ 2 വരുന്ന ആളും തുറക്കും. കാരണം എന്താ? 2 വരുന്ന ആൾ നമ്പർ 2 സെക്കൻഡ് പേഴ്സൺ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ലോക്കേഴ്സ് ഒക്കെ തുറക്കും. ഇനി നമ്പർ 4 തുറക്കും. കാരണം 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 4 എന്ന് പറയുന്നത് ഫോർത്ത് ലോക്കർ. അപ്പോൾ 1 2 4 ഇത്രയും ആൾക്കാരാണ് ഫോർത്ത് ലോക്കർ തുറക്കുക. ഇനി ഫിഫ്ത്ത് ലോക്കർ ആണെങ്കിൽ ആരൊക്കെ തുറക്കും? നമ്പർ 1 എന്തായാലും തുറക്കും. പിന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആണ് 5, അപ്പോൾ 5 അല്ലേ? ഇനി സിക്സ്ത് ലോക്കർ ആണെങ്കിലോ? നമ്പർ 1 തുറക്കും. പിന്നെ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്, അപ്പോൾ 2 തുറക്കും. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്, അപ്പോൾ നമ്പർ 3 മൂന്നാമത്തെ ആൾ തുറക്കും. പിന്നെ 6ന്റെ മൾട്ടിപ്പിൾ ആണ്, സോ 6 ആറാമത്തെ ആൾ 6th പേഴ്സണും തുറക്കും. ഓക്കെ, ഇനി 7 ആണെങ്കിലോ? 7 ആണ് ഒന്നാമത്തെ ആൾ എന്തായാലും തുറക്കും. പിന്നെ 7th ആളും തുറക്കും. കാരണം വേറെ എന്തിനും മൾട്ടിപ്പിൾ ആയിട്ട് 7 വരുന്നില്ല. ഇനി 8 ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ തുറക്കും, സെക്കൻഡ് പേഴ്സൺ തുറക്കും, ഫോർത്ത് പേഴ്സൺ തുറക്കും, 8th പേഴ്സൺ തുറക്കും അല്ലെ? 1 2 4 8. കാരണം ഇതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആണ് 8. ഇനി 9th ലോക്കർ ആണെങ്കിലോ? 9th ലോക്കർ ആണെങ്കിൽ ആരൊക്കെ തുറക്കും? ഫസ്റ്റ് പേഴ്സൺ തുറക്കും. പിന്നെ തേർഡ് പേഴ്സൺ തുറക്കും. കാരണം 3ന്റെ മൾട്ടിപ്പിൾസ് 3 6 9 ഇങ്ങനത്തെ ലോക്കേഴ്സ് ആണ് അയാൾക്ക് തുറക്കാൻ പറ്റുക. തേർഡ് പേഴ്സൺ തുറക്കാൻ പറ്റും. പിന്നെ 9th പേഴ്സൺ തുറക്കാൻ പറ്റും. ഇനി 10 ആണെങ്കിലോ? 10 ആണ് ആർക്ക് തുറക്കാം? ഫസ്റ്റ് പേഴ്സൺ എന്തായാലും തുറക്കാം. പിന്നെ സെക്കൻഡ് പേഴ്സൺ തുറക്കാം. കാരണം 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ആ ലോക്കർ വരുന്നത്. 5th പേഴ്സൺ തുറക്കാം. കാരണം 5ന്റെ മൾട്ടിപ്പിൾ 5 ഒരു 5 5 25 10 5ന്റെ മൾട്ടിപ്പിൾ ആണ് ഇത് 10. അപ്പോൾ 10th ലോക്കർ 5ാമത്തെ ആൾക്ക് തുറക്കാം. പിന്നെ 10ാമത്തെ ആൾക്കും തുറക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഓരോ ലോക്കറും തുറക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് ആണ്. തുറക്കാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് നമുക്ക് 1ന്റെ ഫാക്ടർ 1, 2ന്റെ ഫാക്ടർ 1 2, 3ന്റെ ഫാക്ടർ 1 3. എന്താണ് ഈ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. ഒരു നമ്പറിനാ ഫാക്ടർ ഈസ് എ നമ്പർ ദാറ്റ് ഡിവൈഡ്സ് അനദർ നമ്പർ എക്സാക്ട്ലി. ഇപ്പോൾ ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിനെ കൊണ്ട് മറ്റേ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, റിമൈൻഡർ വരാത്ത രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ നോക്ക്, 1ന്റെ ഫാക്ടറാണ് 1. കാരണം 1നെ കൊണ്ട് 1നെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാം. 2ന്റെ ഫാക്ടേഴ്സ് ആണ് 1 ഉം 2 ഉം. കാരണം 1നെ കൊണ്ടും 2നെ കൊണ്ടും ഈ 2നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3ന്റെ ഫാക്ടേഴ്സ് ആണ് 1 ഉം 3 ഉം. കാരണം ഈ 1നെ കൊണ്ടും ഈ 3നെ കൊണ്ടും ഈ 3നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 4ന്റെ ഫാക്ടേഴ്സ് ആണ് 1 2 3 4. ഈ 1നെ കൊണ്ടും 2നെ കൊണ്ടും 4നെ കൊണ്ടും ഈ 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 1 ഉം 5 ഉം അത് രണ്ടും കൊണ്ട് നമുക്ക് 5നെ ഡിവൈഡ് ചെയ്യാം. 1 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യാം. ഇനി 1 കൊണ്ട് 7നെ ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് 7നെ ഡിവൈഡ് ചെയ്യാം. ഇനി 1 കൊണ്ടും 8നെ ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ടും 8നെ ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ടും 8നെ ഡിവൈഡ് ചെയ്യാം, 8 കൊണ്ടും 8നെ ഡിവൈഡ് ചെയ്യാം. ഇനി 1 കൊണ്ടും 9നെ ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും 9നെ ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ടും 9നെ ഡിവൈഡ് ചെയ്യാം. 1നെ കൊണ്ട് 10നെ ഡിവൈഡ് ചെയ്യാം, 2നെ കൊണ്ടും 10നെ ഡിവൈഡ് ചെയ്യാം, 5നെ കൊണ്ടും 10നെ ഡിവൈഡ് ചെയ്യാം, 10നെ കൊണ്ടും 10നെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇവിടെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ അഥവാ ലോക്കർ നമ്പേഴ്സ് എത്രയാണോ അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് അത് ആർക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, എത്ര പേർക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും, എത്ര നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതായത് ലോക്കർ നമ്പർ, ഓരോ ലോക്കറും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് അതിനെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം ഫോർത്ത് ലോക്കർ ഓപ്പൺ ചെയ്യാൻ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ടോഗിൾ ചെയ്യാണ്, ഓപ്പൺ ഓർ ക്ലോസ് ടോ. അപ്പോൾ ഫോർത്ത് ലോക്കർ ടോഗിൾ ചെയ്യാൻ എത്ര ആൾക്കാർക്ക് പറ്റും? 3 ആൾക്കാർക്കേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം.
ടോഗിൾ ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം ഓഡ് ആകുമ്പോഴാണോ ഇവൺ ആകുമ്പോഴാണോ ലോക്കർ ഓപ്പൺ ആയിട്ട് കിടക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലോക്കർ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ ഇവരെ ആ റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് ലോക്കർ എല്ലാം ക്ലോസാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് ലോക്കറിൻ്റെ കേസ് എടുക്കാം. ഫസ്റ്റ് ലോക്കറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലോക്കർ ഈ ഫസ്റ്റ് ആൾ മാത്രമല്ലേ തൊടുന്നുള്ളൂ അല്ലേ? അപ്പോൾ അത് നേരെ ഓപ്പണായി. എന്നാൽ സെക്കൻഡ് ലോക്കറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താ? സെക്കൻഡ് ലോക്കർ ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യും, എന്നാൽ സെക്കൻഡ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് ക്ലോസ് ചെയ്യും. ടോഗിൾ ചെയ്യാൻ മീൻസ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ക്ലോസ് ചെയ്യുക, ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ഓപ്പൺ ചെയ്യാം. അപ്പം ഫസ്റ്റ് പേഴ്സൺ അതെന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും, സെക്കൻഡ് പേഴ്സൺ ക്ലോസ് ചെയ്യും. ഓക്കെ, ക്ലോസ്. ഇനി തേർഡ് ലോക്കർ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യും, തേർഡ് പേഴ്സൺ പോയിട്ട് ക്ലോസ് ചെയ്യും, അപ്പോൾ ക്ലോസ് ആണ്. ഇനി ഫോർത്ത് ലോക്കർ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, സെക്കൻഡ് പേഴ്സൺ പോയിട്ട് ക്ലോസ് ചെയ്യുന്നു, ഫോർത്ത് പേഴ്സൺ നോക്കുമ്പോൾ അത് ക്ലോസ് ആയി കിടക്കല്ലേ, അപ്പോൾ അത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ. ഇവിടെയോ ഫിഫ്ത്ത് ലോക്കറിന്റെ അവസ്ഥ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, ഫിഫ്ത്ത് പേഴ്സൺ പോയിട്ട് ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ആണ്. ഇനി സിക്സ്ത് ലോക്കറിന്റെ അവസ്ഥ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, സെക്കൻഡ് പേഴ്സൺ പോയിട്ട് ക്ലോസ് ചെയ്യുന്നു, തേർഡ് പേഴ്സൺ പോയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു, സിക്സ്ത് പേഴ്സൺ പോയിട്ട് ക്ലോസ് ചെയ്യുന്നു. വാവ്, എന്താ രസം. ഇനി സെവൻത്ത് ലോക്കറിന്റെ അവസ്ഥ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, സെവൻത്ത് പേഴ്സൺ പോയിട്ട് ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ആണ് അവസ്ഥ, ക്ലോസിംഗ് ആണ്, ക്ലോസ്ഡ് ആണ്. ഇനി എയ്ത്ത് വണ്ണിന്റെ അവസ്ഥ എന്താ? ഫസ്റ്റ് പേഴ്സൺ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ക്ലോസ് ചെയ്യുന്നു, പിന്നെ ഫോർത്ത് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ എയ്ത്ത് പേഴ്സൺ പോയിട്ട് വീണ്ടും ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ആണ്. ഇനി നയൻത്ത് ലോക്കറിന്റെ അവസ്ഥ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, തേർഡ് പേഴ്സൺ ക്ലോസ് ചെയ്യുന്നു, നയൻത്ത് പേഴ്സൺ പോയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ക്ലോസ് ഓപ്പൺ ഓപ്പൺ. ഇനി ടെൻത്ത് വണ്ണിന്റെ അവസ്ഥ എന്താ? ഫസ്റ്റ് പേഴ്സൺ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നു, സെക്കൻഡ് പേഴ്സൺ ക്ലോസ്, ഫിഫ്ത്ത് പേഴ്സൺ ഓപ്പൺ, ടെൻത്ത് പേഴ്സൺ ക്ലോസ്. ഇതിൽ ഓപ്പൺ ആയിട്ടുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇവിടെ ക്വസ്റ്റ്യനിൽ ആ രാജ്ഞി കൊടുത്ത പസിൽ എന്താന്ന് വെച്ചാൽ ഇവിടെ 10 ഉള്ളൂ, പക്ഷെ അവിടെ 100 ഉണ്ട്, 100 ലോക്കേഴ്സ് ഉണ്ട്. 100 ഏതൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവുക? ഇവിടെ ഏതൊക്കെ ഓപ്പൺ ആയിട്ടുള്ളത് നോക്ക്. ഫസ്റ്റ് ലോക്കർ ഓപ്പൺ ആയിരിക്കും, പിന്നെ ഇത് ഫോർത്ത് ലോക്കർ ഓപ്പൺ ആണ്, പിന്നെ ഓപ്പൺ ആയിട്ടുള്ളത് 9th ലോക്കറാ അല്ലേ? ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു ഫാക്ടേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ ഒറ്റ ഫാക്ടർ ഉള്ളൂ, 1 ഫാക്ടർ. ഇവിടെയാണെങ്കിൽ 3 ഫാക്ടർ ഉള്ളത്, ഇവിടെയാണെങ്കിൽ 3 ഫാക്ടർ ഉള്ളത് അല്ലേ? 1 ഫാക്ടർ അല്ലെങ്കിൽ 3 ഫാക്ടർ അല്ലേ? എന്നാൽ ബാക്കിയുള്ളതിലൊക്കെ 2 ഫാക്ടർ, പിന്നെ 2 ഫാക്ടർ, 4 ഫാക്ടർ, പിന്നെ 4 ഫാക്ടർ. ഇവൺ നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണുള്ളത് അതിലൊക്കെ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇവൺ ആണ് അല്ലേ? നോക്ക്, 2 ഫാക്ടർ ഉള്ളൂ. ഇവിടെ 2 ഫാക്ടർ ഉള്ളത്, ഇവിടെ 2 ഫാക്ടർ ഉള്ളത്, ഇവിടെ 4 ഫാക്ടർ ഉള്ളത് ഇവൺ ആണ്. ഇവിടെ 2 ഫാക്ടർ ഉള്ളത്, ഇവിടെ 4 ഫാക്ടർ ഉള്ളത് ഇവൺ ആണ്, ഇവിടെ 4 ഫാക്ടർ ഉള്ളത് ഇവൺ ആണ്. അപ്പോൾ ഇവൺ ഫാക്ടേഴ്സ് ഉള്ളിടത്തൊക്കെ ലോക്കർ ക്ലോസ് ആയിട്ടാണ് വരുന്നത് അല്ലേ? എന്നാൽ ഓഡ് ഫാക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ ഫാക്ടർ ഉള്ളൂ, ഓടാണ്. ഇവിടെ 3 ഫാക്ടർ ഉണ്ട്, ഓടാണ്. ഇവിടെ 3 ഫാക്ടർ ഉണ്ട്, ഓടാണ്. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണെങ്കിൽ ലോക്കർ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരിക ആകെ സ്ക്വയർ നമ്പേഴ്സിന് മാത്രമാണ്. സ്ക്വയർ നമ്പേഴ്സ് അതിന് മാത്രമാണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരിക. എന്ത് നമ്പേഴ്സ്? സ്ക്വയർ നമ്പേഴ്സ്. ഈ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 1ന്റെ സ്ക്വയർ ആണെങ്കിൽ അത് 1 ആണ്, 2ന്റെ സ്ക്വയർ ആണെങ്കിൽ അത് 4, 3ന്റെ സ്ക്വയർ ആണെങ്കിൽ 9, 4ന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാനത് എഴുതണോ? ഡീറ്റെയിൽ ആയിട്ട് എഴുതണോ? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 × 1 ആണ്, അത് 1. 2ന്റെ സ്ക്വയർ ആണെങ്കിൽ 2 × 2 4, 3ന്റെ സ്ക്വയർ ആണെങ്കിൽ 3 × 3 എന്നാണ് അതിന്റെ മീനിങ്, ദാറ്റ് ഈസ് 9. 4ന്റെ സ്ക്വയർ ആണെങ്കിൽ 4 × 4 എന്നാണ് അതിന്റെ മീനിങ്, അത് 3 16. 5ന്റെ സ്ക്വയർ ആണെങ്കിൽ 5 × 5 എന്നാണ് അതിന്റെ മീനിങ്, 25. 6ന്റെ സ്ക്വയർ ആണെങ്കിൽ 6 × 6 എന്നാണ് അതിന്റെ മീനിങ്, 36. അങ്ങനെ പോകും. അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സ് 1, 4, 9, 16, 25, 36 ഒരു നമ്പർ ഇൻറ്റു അതേ നമ്പർ, അങ്ങനെ വരുന്ന നമ്പേഴ്സ് കിട്ടുന്ന നമ്പേഴ്സ് അതാണ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് ആണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവുക. സ്ക്വയർ നമ്പേഴ്സിനാണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവുക സ്ക്വയർ നമ്പേഴ്സിനാണ്. ദാറ്റ് മീൻസ് അല്ല, എന്തുകൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സ്ക്വയർ നമ്പേഴ്സിന് ഉണ്ടാവുക? നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന പോയിന്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും, അത് മനസ്സിലായിട്ടില്ലേ നിങ്ങൾ അത് വിട്ടേക്കാം. ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. എന്ത് കാര്യം? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവുക സ്ക്വയർ നമ്പേഴ്സിനാണ്. ഫാക്ടേഴ്സിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അത് സ്ക്വയർ നമ്പർ ആയിരിക്കും. ഫാക്ടേഴ്സിന്റെ എണ്ണമാണ് ഓഡ് നമ്പർ ആണെങ്കിൽ അത് സ്ക്വയർ നമ്പർ ആയിരിക്കും. അത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇനി എന്തുകൊണ്ടാണ് സ്ക്വയർ നമ്പേഴ്സിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവുന്നത് സാർ പറഞ്ഞിട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പം 2 ആണെങ്കിൽ 2ന് എനിക്ക് 1 × 2 എന്ന് എഴുതാം, ഫാക്ടേഴ്സ് പെയർ ചെയ്ത് എഴുതാം. ഇപ്പോൾ 3 ആണെങ്കിൽ എനിക്ക് 1 × 3 എന്ന് എഴുതാം. 4 ആണെങ്കിൽ എനിക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് 2 മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഫാക്ടർ ഉള്ളൂ. ഓക്കെ, ഇനി 5 ആണ് എനിക്ക് അതിൻ്റെ ഫാക്ടേഴ്സിനെ പെയർ ചെയ്യാം, 1 × 5. 6 ആണ് എനിക്ക് അതിൻ്റെ ഫാക്ടേഴ്സിന് എങ്ങനെയൊക്കെ എഴുതാം? 1 ഉം 6 ഒരു ഫാക്ടറാണ്, അപ്പോൾ 1 × 6
1 into 6 പിന്നെ 2 into 3 ഫാക്ടേഴ്സ് പെയർ ചെയ്യാം. ഫാക്ടേഴ്സ് പെയർ ചെയ്യാൻ പറ്റും. 1 ഉം 6 ഉം 2 ഉം 3 ആണ് അതിന്റെ ഫാക്ടേഴ്സ്. 1 2 3 6 6ന്റെ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ അതിൽ ഫാക്ടേഴ്സ് തമ്മിൽ ഇങ്ങനെ പെയർ ചെയ്ത് എഴുതാൻ പറ്റും. ഇനി 7 ആണെങ്കിൽ 1 into 7 എഴുതാം. ഇനി 8 ആണെങ്കിൽ എനിക്ക് 1 8 ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 1 into 8 പിന്നെയോ 2 ഉം 4 ഉം 2 into 4. ഇങ്ങനെ ഫാക്ടേഴ്സിന് എനിക്ക് പെയർ ചെയ്ത് എഴുതാൻ പറ്റും. എന്തിനാ? സ്ക്വയർ നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിനൊക്കെ. എന്നാൽ 9ലേക്ക് വരുന്ന സമയത്ത് 9ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 into 9. പക്ഷെ പിന്നുള്ളത് 3 ഫാക്ടർ നമ്മൾ 2 പ്രാവശ്യം എഴുതൂല. ഒരു ഫാക്ടർ ഇപ്പോൾ 3 എന്ന് എഴുതുമോ? ഒരു ഫാക്ടർ 3 ഫാക്ടർ ആണെങ്കിൽ 3 എന്ന് എഴുതുള്ളൂ, ഒറ്റ പ്രാവശ്യം 3 എഴുതുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം 9ന്റെ ഫാക്ടർ അല്ലെങ്കിൽ 2ന്റെ ഫാക്ടർ ആണ് 1 ഉം 2 ഉം. ഞാൻ വീണ്ടും 2 എഴുതില്ല, കാരണം 2 ഓൾറെഡി എഴുതി. ഫാക്ടേഴ്സ് ഒറ്റ പ്രാവശ്യം എഴുതിയത് ഒരു നമ്പർ. അപ്പോൾ 9ന്റെ ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് 9ന്റെ ഫാക്ടേഴ്സ് എടുക്കുക 1 3 9 ഇത് 3 ആണ്. അപ്പോൾ 1 9 നമ്മൾ 1 into 9 എഴുതി, പെയറാക്കി എഴുതി. എന്നാൽ 3ക്ക് ആരും പെയർ ആയിട്ടില്ല. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത് 1 3 9. ഒരാൾക്ക് പെയർ ഇല്ലാണ്ടായി പോകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി അത് 3 into 3 ആണ് 9, പക്ഷെ അത് ഒറ്റ പ്രാവശ്യം എഴുതുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും എന്താന്ന് പറയുന്നത്, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതാ 4 ഒറ്റ ഫാക്ടർ ഉള്ളൂ, ഓഡ് നമ്പർ ഓഫ് ഫാക്ടർ. ഇവിടെ 9 ഓഡ് നമ്പർ ഓഫ് ഫാക്ടർ 1 9 3. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 16ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 16ന്റെ ഫാക്ടേഴ്സ് നമുക്ക് 1 ഉം 16 ഉം. അപ്പോൾ 1 into 16 ഒരു പെയറായി. പിന്നെ 16ന്റെ ഫാക്ടേഴ്സ് വേറെ ഏതൊക്കെയാടാ? 16ന്റെ ഫാക്ടേഴ്സ് 16 ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 into 8 എന്ന് എഴുതാം. 2 8 ഉം 16ന്റെ ഫാക്ടേഴ്സ് ആണല്ലോ. പിന്നെ 16ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 4 into 4 അപ്പോൾ 4 മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിനെ പെയർ ചെയ്യാം, പക്ഷെ ഒന്ന് ബാക്കിയുണ്ട്. എല്ലാത്തിനും പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 1 2 3 4 5 ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ്. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആകുമ്പോഴാണല്ലോ ഒന്ന് മാത്രം ബാക്കിയായി പോകും പെയർ ഇല്ലാണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സിലൊക്കെ സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് എന്ത് ബോക്സസ് ഓപ്പൺ ആവുന്നത് അല്ലേ? ബോക്സ് ഓപ്പൺ ആകുമ്പോൾ എപ്പോഴാണ്? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുമ്പോഴാണ്. അതാ 1 ഫാക്ടർ 3 ഫാക്ടർ അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ബോക്സ് ഓപ്പൺ ആവുക. സിമ്പിൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 ഫാക്ടറാണ് വരുന്നതെന്ന് വെച്ചാൽ 2 ആൾക്കാർ പോയിട്ട് അത് ഓപ്പൺ ആക്കും, ടോഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കും, രണ്ടാമത്തെ ആൾ അത് ക്ലോസ് ആക്കും. ഇവൻ നമ്പർ ആകുമ്പോൾ ക്ലോസ് ആയി കിടക്കുക. മൂന്നാമത്തെ ആൾ പോയി അത് വീണ്ടും ഓപ്പൺ ആവും, നാലാമത്തെ ആൾ പോയി വീണ്ടും ക്ലോസ് ആവും. ഇവൻ നമ്പർ ആകുമ്പോൾ അത് ക്ലോസ് ആയി കിടക്കും, ഓപ്പൺ ആയി ക്ലോസ് ആയി. ഇവൻ നമ്പർ ആകുമ്പോൾ ക്ലോസ് ആയി കിടക്കുക, ഈ ഓഡ് നമ്പർ ആകുമ്പോൾ ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് വരുന്ന ആകെ സ്ക്വയർ നമ്പേഴ്സിനാണ്. അപ്പോൾ 100 വരെ ഉള്ളതിൽ സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ പോരെ? അത് ഏതൊക്കെയാന്ന് നോക്കുക. അത്രയും ബോക്സസ് ഓപ്പൺ ആയിരിക്കും. ആൻഡ് ദോസ് നമ്പേഴ്സ് ആർ 1 4 9 16 25 36 49 64 81 100. 1ന്റെ സ്കോർ 1, 2ന്റെ സ്കോർ 4, 3ന്റെ സ്കോർ 9, 4ന്റെ സ്കോർ 16, 5ന്റെ സ്കോർ 25, 6ന്റെ സ്കോർ 36, 7ന്റെ സ്കോർ 49, 8 സ്കോർ 64, 9 സ്കോർ 81, 10 സ്കോർ 100, 11 സ്കോർ 121 ആണ്. പക്ഷേ ഇവിടെ ബോക്സ് ആകെ 100 ബോക്സസ് ഉള്ളൂ. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഓപ്പൺ ആയിരിക്കും. അങ്ങനെയാണ് രാജ്ഞിയുടെ മകൻ ആ ഒരു പസിൽ സോൾവ് ചെയ്തിട്ട് ആ രത്നങ്ങൾ മൊത്തം വാരിക്കൂട്ടി സ്വന്തമാക്കിയത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പസിൽ മനസ്സിലാക്കാൻ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മാക്സിമം സിമ്പിളായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? മക്കളൊന്ന് സാറിൻ്റെ വീഡിയോ കേട്ടിട്ട് സാറ് പറയുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തിയിട്ടേ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് സാറ് പറയുന്ന കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഒറ്റയടിക്ക് ഇതൊരു കഥയല്ല, ഇതൊരു കഥ പോലെ കേൾക്കാൻ പറ്റിയ സാധനമല്ല. അത് നിങ്ങളെ മിസ്റ്റേക്ക് അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നില്ല എന്നുള്ളത് ഒരിക്കലും നിങ്ങളെ മിസ്റ്റേക്ക് അല്ല. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവൻ ഞാൻ തന്നെ കുറച്ച് ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ മക്കൾക്ക് സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. എന്നിട്ട് ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോഴും മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് സാറ് പറയുന്നത് ആലോചിച്ച് നോക്കുക. സാർ പറഞ്ഞ പോയിന്റ് കണക്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണെങ്കിൽ സാർ പറഞ്ഞാൽ ഓക്കെ ഓപ്പൺ ആയിരിക്കും. ഓക്കെ ഓഡ് നമ്പർ വരികയാണെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും, ഈവൻ നമ്പർ വരും. ഓക്കെ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് സാർ പറഞ്ഞ കാര്യം കണക്ട് ചെയ്ത് നോക്കുക. ആലോചിച്ച് നോക്കുക ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് മെല്ലെ വീഡിയോ കണ്ട് തീർത്ത് നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പോയിന്റ് പോലും മിസ്സാവാതെ മനസ്സിലായിരിക്കും. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ പറയുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം,
സൈലത്തിന്റെ യോധ ബാച്ചിൽ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. ഓൾഡ് ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലുള്ള കുട്ടികൾക്കും ന്യൂ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിലുള്ള കുട്ടികൾക്കും സൈലത്തിൽ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആണ്. എന്നാൽ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത്, ബാച്ചിലേക്ക് വരുന്ന സമയത്ത്, യോധ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ചാപ്റ്ററിന്റെ ഡീപ്പായിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓരോ ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ ഒരു 5-6 പീരീഡ്സ് ആക്കിയിട്ട് ഓരോ പീരീഡിനും സെപ്പറേറ്റ് ദിവസങ്ങൾ ഒരു ദിവസം ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. മോസ്റ്റ്ലി ഒരു ദിവസം ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും സിലബസ് ഒക്കെ തീരാനുള്ള സമയത്താണെങ്കിൽ മാക്സിമം ഒരു 2 ക്ലാസ് ഉണ്ടാവും. എപ്പോഴെങ്കിലും അവസാനത്തേക്കൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ ഡെയിലി ഒരൊറ്റ പീരീഡ് ഉണ്ടാവുള്ളൂ. ഒരു 1.5 hour ഒരു പീരീഡ് മാത്രം, 1 hour to 1.5 hour. അതിൽ നമ്മൾ ഒരു ദിവസം ഫിസിക്സ് ആണെങ്കിൽ നാളെ കെമിസ്ട്രി, മറ്റന്നാൾ ബയോളജി, പിന്നെ മാത്സ്, അങ്ങനെ പോകും. ഓക്കെ. ആൻഡ് എല്ലാത്തിനും കൂടെ ഒരു വർഷം ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3250 ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങളൊക്കെ താഴെ കൂടെ സ്ക്രോൾ പോകുന്നുണ്ടാവും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സബ്ജക്ട്സും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ. ബൈ.